സോ ഗായ്സ് ഫൈനലി നമ്മുടെ മന്തി റെഡിയായി. ഒരു പീസ് മാത്രം മന്തിക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം കുഞ്ഞുകുഞ്ഞാ പീസാക്കി. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്, അല്ലെങ്കിൽ വ്ളോഗ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇത്രയും നാളും ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്, അത് തന്നെ കുക്കിംഗ് വീഡിയോ ആണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം മന്തിയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അൽഫാം മന്തിയും ഉണ്ടാക്കാൻ പോകുന്നത്. സോ എന്തായാലും നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഗ്രില്ല് ചെയ്ത് അങ്ങനെ സെറ്റാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് സെറ്റാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്യും. പിന്നെ എന്തുവാ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് മാരിനേറ്റ് ചെയ്യണം, പിന്നെ റൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. സോ എന്തായാലും സോ ഗൈസ് നമ്മൾ എന്താ ചിക്കൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ചിക്കൻ വാങ്ങിയത് എങ്ങനെയാണോ, ഇവിടെ ചിക്കൻ ഞാനും കുഞ്ഞും മാത്രമേ കഴിക്കത്തുള്ളൂ. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കുഞ്ഞും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അമ്മ ചിക്കൻ ഒന്നും കഴിക്കത്തില്ല. അതായത് വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ പറ്റില്ല. അമ്മ മീനും മുട്ടയൊക്കെ കഴിക്കും, പക്ഷെ എന്നാലും ഈ മീറ്റ് സംഭവങ്ങളൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും അത്ര ഇഷ്ടമല്ല, കുറച്ച് പീസ് കഴിച്ചാൽ മടുക്കും, അങ്ങനത്തെ ടൈപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് ഒരു പീസ് മാത്രം മന്തിക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം കുഞ്ഞുകുഞ്ഞാ പീസാക്കി തരാനാണ്. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ ഒരു പീസ് മാത്രം എടുത്ത് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളത്. റൈസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് വരെ സോക്ക് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. സോ ഗൈസ്, മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ സാധനം ഞാൻ എല്ലാ സൈഡിൽ കൊടുക്കാം. സോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ്റെ മേലിലോട്ട് പെട്ടാം. ചിക്കൻ്റെ മേലെ പുരട്ടുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ നൈഫ് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുകയോ ചെയ്യണം. അപ്പോൾ നല്ല രീതിക്ക് ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. ഈ റൈസിലുള്ള നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗീ ഒഴിക്കുക. ഇത് നമ്മുടെ നാടൻ ഗീ ആട്ടോ, വീട്ടിൽ നിന്ന് വാങ്ങുന്ന. അങ്ങനെ അതൊഴിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ആഡ് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആ ഓർഡറിൽ ആഡ് ചെയ്യുക. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന്. ഇതെല്ലാം ഇട്ട് വഴന്ന് വരുമ്പോൾ ഈ ഒരു പരുവവും, അതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോഴത്തേക്കും ഞാൻ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ പച്ചനാരങ്ങ ഇട്ടത്, അത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നാരങ്ങ അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതെടുത്ത് ഓവനിൽ വയ്ക്കാം. ഓവനിൽ നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് 200 ഡിഗ്രി സെൽഷ്യസിൽ, അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത 15 മിനിറ്റ് അടുത്ത സൈഡ് നമ്മൾ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഓവനിലേക്ക് കയറ്റിട്ടുണ്ട്. ഇനി നമ്മൾ സാലഡിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. 15 മിനിറ്റാണ് വെച്ചേക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഫ്ലിപ്പ് ചെയ്തിട്ട് അടുത്ത പോർഷൻ വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ നമ്മൾ വെക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ സെറ്റായിരിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസും അതേപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിക്ക് ടേമറിക് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു കളറിന്. അങ്ങനെ രണ്ടും സെറ്റായി. ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൈസിൻ്റെ അകത്തോട്ട് കുറച്ച് ഇറക്കി വെക്കാമെന്നാണ്. അങ്ങനെ എല്ലാം നടുക്കാക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ശേഷം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് റൈസും ആ ചിക്കനും. സോ ഗായ്സ്, ഫൈനലി നമ്മുടെ മന്തി റെഡി ആയിരിക്കാണ്. എനിക്ക് ഭയങ്കര രസമാണ്, കാരണം ഈ പാത്രത്തിലൊക്കെ വെച്ച് സർവ് ചെയ്ത് പോകണ്ടല്ലോ. എന്ത് രസം കാണാൻ, എനിക്ക് വിശ്വാസം എന്തിനാണ് ഞാൻ തന്നെ വെച്ചത്. കാണിച്ചു തരാം. നോക്ക് എന്താ അഴക്, കാരണം എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. കാരണം നമ്മൾ ഒരു 15 മിനിറ്റ് വെച്ചുള്ളൂ, പക്ഷേ ഒരു 1-2 മണിക്കൂർ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ റൈസിലേക്ക് നല്ല രീതിക്ക് ഫ്ലേവർ ഇറങ്ങിയാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ക്ഷമയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു. അങ്ങനെ പാത്രത്തിലേക്ക് സർവ് ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടിയാണ് അത് കഴിച്ചത്. ഇനി ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കും കൂടെ ഉണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ആ ചിക്കനിലെ മസാല പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫീൽ തന്നെ കിട്ടി. നല്ല കിഡു സാധനം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എനിക്കൊരു 5 സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ 600 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ.